കൂട്ടുകാരെ, ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു കുട്ടി ബിസ്ക്കറ്റ് എന്നാണ്. ഞാൻ വേറെ ചായ ഒന്നും കഴിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് മാത്രമേ കഴിച്ചുള്ളൂ. എക്സ്ട്രാ എന്താ കഴിച്ചെന്ന് പറഞ്ഞാൽ മാമൻ കുറച്ച് കപ്പയും കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ കപ്പ മാത്രമേ കഴിച്ചുള്ളൂ, കറി ഞാൻ കഴിച്ചില്ല. പിന്നെ വല്യമ്മമാർ ബൂരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള മാവ് കുഴയ്ക്കലും പരത്തലും അതുള്ള എൻ്റെ തകൃതിയിലുള്ള പണിപ്പറിയിലായിരുന്നു. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ബൂരി ഉണ്ടാക്കാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, ബൂരി ഉണ്ടാക്കുകയില്ല. എന്താണെന്ന് എനിക്കറിയില്ല, ബൂരി ഉണ്ടാക്കാറില്ല. പിന്നെ ഇന്ന് എന്താണ് ഒരു സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, എൻ്റെ അനിയൻ ബൂരി ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. അവൻ ഒറ്റയ്ക്ക് കുഴയ്ക്കും പരത്തും, അതുപോലെ തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ വല്യമ്മമാർക്കും തോന്നി അതുപോലെ ഒന്ന് ഉണ്ടാക്കണം എന്ന്. അപ്പോൾ അവനിൽ നിന്ന് ഇൻസ്പയർഡായിട്ട് അവർ ഇതുപോലെ ബൂരി കുഴച്ച് പരത്തി പാത്രമൊക്കെ വെച്ച് കഷ്ടപ്പെട്ട് റൗണ്ട് ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ട് ബൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൂരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഈ ഉരുളക്കിഴങ്ങ് കറി മസ്റ്റാണ്. ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് കുക്കറിൽ വിസിലൊക്കെ വന്ന് ഉടച്ച് സംഭവം ഇതുണ്ടാക്കണതേ കാണുള്ളൂ. പെട്ടെന്ന് തന്നെ തീരുന്നു. രണ്ടാമത് നമ്മൾ എടുക്കാൻ പോയാൽ പിന്നെ കറി കാണില്ല, പെട്ടെന്ന് തന്നെ കഴിയും. പിന്നെ ഒരു 5:30 നേരമൊക്കെ ആയപ്പോൾ ഞാനും ഉണ്ണിയും ഏട്ടനും കൂടിയിട്ട് ടൗൺ വരെയൊക്കെ ഒന്ന് പോയി. വേറെ ഒന്നുമല്ല, ബൂരിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടി ആഡംബരമാക്കാമെന്ന് കരുതി കുറച്ച് കോഴി വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. സംഭവം അപ്പോൾ കോഴി ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ കൂടി കൊണ്ടുപോകാമല്ലോ, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ കോഴി വാങ്ങാൻ വന്നത്. ഉണ്ണി ആദ്യമായിട്ട് കോഴിക്കടയിൽ വന്നത് കൊണ്ട് തന്നെ കോഴികളൊക്കെ കണ്ടിട്ട് അവനൊന്ന് അമ്പരന്നു. കാരണം അവർ അനങ്ങാണ്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ലേ പേടിച്ചിട്ട്. പിന്നെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങി. പച്ചക്കറിക്കടിയിൽ എനിക്ക് ആ ബജ്ജിമുളകിലേക്കാണ് എപ്പോഴും കണ്ടുപോയതാണ്. ഞാൻ പെട്ടെന്നത് വീഡിയോ എടുത്തത് കേട്ടോ. ഇനി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാമല്ലോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ കോഴി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ കോഴിക്കടയ്ക്ക് പോയപ്പോഴേക്കും കോഴിയൊക്കെ വെട്ടി നുറുക്കി ആൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീടെത്തിയത് പെട്ടെന്ന് തന്നെ കോഴീൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഉണ്ണി കിടന്ന് കരഞ്ഞിട്ട് പിന്നെ ഞാൻ അവന് പാൽ കൊടുക്കില്ല, അവൻ്റെ കരച്ചിലും മരലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഏട്ടൻ അടുപ്പത്താണ് വെച്ചത്. ഈ ഇറച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെ ഒറ്റയ്ക്ക് നോക്കിക്കോളും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഏട്ടൻ ഇറച്ചിക്കറിയും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. അപ്പോൾ ബൂരിയും അതുപോലെ തന്നെ ചിക്കൻ കറി എനിക്ക് വേണ്ടി 2 ലിവർ പീസ് ഏട്ടൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെക്കുമ്പോൾ തന്നെ. അപ്പോൾ 2 കറിയും കൂടെ ഒറ്റ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുമിച്ച് തന്നെ ഒഴിച്ചു. ഒരു വൈകുന്നേരം ആയപ്പോൾ അനിയത്തിയുടെ ഹസ്ബൻഡും കൂടി ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് ഈ ഒരു കേക്ക് കിട്ടുക. എന്ത് കേക്കാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ക്യാരറ്റ് കേക്ക് എന്തോ ആണ് തോന്നുന്നു സംഭവം. വലിയ അത്രയ്ക്ക് ഒരുപാട് മധുരമോ കാര്യങ്ങളോ ഒന്നും മടുക്കാത്തൊരു പ്രത്യേകതരം കേക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ണിക്കും കൊടുത്തു, എൻ്റെ മകന് നല്ല ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു കേക്കോട് കൂടി നമ്മുടെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ.